ഹായ് വെൽക്കം ബാക്ക് ടു മാസ്റ്റർ ഹിയർ. നമ്മൾ നോക്കാൻ പോകുന്നത് BCOS 183ൻ്റെ ക്വിക്ക് റിവിഷൻ ആണ്. ഫസ്റ്റ് വൺ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ. റെവല്യൂഷൻ ഓഫ് എ കമ്പ്യൂട്ടർ ഇത് എക്സാമിന് വരാറുണ്ട്, ശ്രദ്ധിക്കാം. അപ്പം എങ്ങനെ എഴുതാം? ഫസ്റ്റ് ജനറേഷൻ 1940s 1950s. നിങ്ങൾക്ക് ഇയർ ഓർമ്മയിൽ ഫസ്റ്റ് ജനറേഷൻ മാത്രമേ എഴുതി വെക്കാം. ടെക്നോളജി യൂസ് ചെയ്തിരുന്ന വാക്യൂം ട്യൂബാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് സൈസിൽ ബിഗ് ആണ്, സ്ലോ പ്രോസസ്സാണ്, കോസ്റ്റ്ലി ആണ് ആൻഡ് റിലയബിൾ ആണ്. സെക്കൻഡ് ജനറേഷൻ 1950s തൊട്ട് 60s വരെയാണ്. ട്രാൻസിറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി. ഫസ്റ്റ് ജനറേഷനെ കമ്പാരിറ്റീവ്ലി സ്മോളറാണ്, ഫാസ്റ്ററാണ്, ഏർലി ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. തേർഡ് ജനറേഷൻ 60s തൊട്ട് 70s വരെ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി. ഫാസ്റ്ററാണ്, യൂസ്ഡ് OS ആൻഡ് ബെറ്റർ ലാംഗ്വേജസ്. ഫോർത്ത് ജനറേഷൻ എന്ന് പറഞ്ഞാൽ 1970s തൊട്ട് 1990s വരെ മൈക്രോ പ്രൊസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി. പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, ലോ കോസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ജനറേഷൻ 1990s തൊട്ട് ഈ അറ്റ് പ്രസൻറ്റ് ടൈം വരെ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി AI പവർഫുൾ പ്രോസസ്സറാണ്. സ്മാർട്ട് ഡിവൈസസ്, ഇൻ്റർനെറ്റ്, ഡാറ്റ അനാലിസിസ് ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സിക്സ്ത് ജനറേഷൻ എമർജിങ് ആണ്. ക്വാണ്ടം ബയോ കമ്പ്യൂട്ടിംഗ് ആണ്, സ്റ്റിൽ ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ്. ഫീച്ചേഴ്സ് ആണ് സൂപ്പർ ഫാസ്റ്റ് ആണ്, സ്റ്റിൽ ഡെവലപ്പിംഗ് ആണ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബൈ പർപ്പസ് ആൻഡ് സൈസ് ആൻഡ് ഡാറ്റ ഹാൻഡ്ലിങ് ഈ മൂന്ന് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബൈ പർപ്പസ്, ജനറൽ പർപ്പസ് മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ലൈക്ക് റൈറ്റിംഗ്, ബ്രൗസിങ്, ഗെയിമിംഗ്, എക്സാമ്പിൾ PCs, ലാപ്ടോപ്സ്. ഇനി സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈൻഡ് അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ജോബ് മാത്രം, അല്ലെങ്കിൽ ഒരു ടാസ്ക് മാത്രം ചെയ്യുന്നത്. എക്സാമ്പിൾ കാൽക്കുലേറ്റർ, ATMs. സൈസ് ആൻഡ് കപ്പാസിറ്റിയിൽ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ PC, ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ് ആണ്. അതൊരു ഇൻഡിവിജ്വൽ സ്മോൾ ഓഫീസോ യൂസ് ചെയ്യുന്നതാണ്. മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് ഉപയോഗിച്ചിരുന്ന, ഇപ്പോൾ അത് നിലവിലില്ല, മിഡ് സൈസ്ഡ് ആണ്. മുമ്പുള്ള ലാബിലും കമ്പനീസിലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ ഫ്രെയിംസ് എന്ന് പറയുന്നത് പവർഫുൾ ആണ്, യൂസ്ഡ് ബൈ ബാങ്കും ഗവൺമെൻറ് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സാണ് മെയിൻ ഫ്രെയിംസ് എന്ന് പറയുന്നത്. ലാർജ് ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നതിനും ഒരുപാട് ആൾക്കാർക്ക് അറ്റ് എ ടൈം അത് പ്രവർത്തിപ്പിക്കുന്നതിനും ഉള്ളതാണ്. ഇനി സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ് ഫാസ്റ്റ് കമ്പ്യൂട്ടേഴ്സാണ്, സയൻറ്റിഫിക് റിസർച്ചിനൊക്കെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സാണ്. ബൈ ഡാറ്റ ഹാൻഡ്ലിങ്ങിൽ അനലോഗ്, ഡിജിറ്റൽ ആൻഡ് ഹൈബ്രിഡ്. അനലോഗ് എന്ന് പറഞ്ഞാൽ വർക്ക് വിത്ത് സിഗ്നൽസ് ആണ്, യൂസ്ഡ് ഇൻ സ്പീഡോമീറ്റേഴ്സ് ആൻഡ് ടെമ്പറേച്ചർ കൺട്രോൾ. ഡിജിറ്റൽ വർക്കിംഗ് വിത്ത് ബൈനറി ആണ്. ഓൾ മോഡേൺ PCs ആൻഡ് മൊബൈൽസ് ആർ ഡിജിറ്റൽ. ഇപ്പോഴുള്ള എല്ലാ PCസും മൊബൈൽസും ഡിജിറ്റലാണ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലോഗിൻ്റെയും ഡിജിറ്റലിൻ്റെയും മിക്സാണ്. ഹോസ്പിറ്റൽ, എയർപ്ലെയിൻസിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സാണ് ഹൈബ്രിഡ്. ഇനി കോമൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൻ്റെ കോമൺസ് എന്തൊക്കെയാണ്? രണ്ടെണ്ണം ഉള്ളത് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പാർട്സ് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്നതാണ്. CPU, RAM, ROM, സ്റ്റോറേജ് ആയിട്ടുള്ള HDD, SSD. ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ള കീബോർഡ്, മൗസ്, അത് കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ സെൻഡ് ചെയ്യുന്നു. ഔട്ട്പുട്ട് ഡിവൈസ്, മോണിറ്റർ, പ്രിൻ്റർ, അത് റിസൾട്ട് ഷോ ചെയ്യുന്നു. മദർ ബോർഡ് ഹാർഡ്വെയർ പാർട്ടുകൾ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നു. പവർ സപ്ലൈ PSU. കൂളിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ ഓവർ ഹീറ്റ് ആവുന്നതിൽ നിന്നും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹാർഡ്വെയറിൽ വരുന്നത്. ഇനി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷനാണ് കമ്പ്യൂട്ടർ എങ്ങനെ റൺ ചെയ്യണം എന്നുള്ളത്. അതിന് എക്സാമ്പിൾ വിൻഡോസ് ഡ്രൈവേഴ്സ്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് ടാസ്ക് അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ജോബ് മാത്രം ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ MS Word, ബ്രൗസേഴ്സും. ഇനി സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ആണ്, നമുക്ക് തൊടാൻ സാധിക്കില്ല, വേഴ്സറ്റൈലാണ്, അത് ചേഞ്ച് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും. മാത്രമല്ല അത് ഹാർഡ്വെയറിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ വിവിധ മേഖലകളിൽ എങ്ങനെയൊക്കെയാണ് കമ്പ്യൂട്ടേഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ബിസിനസ് ആൻഡ് ഫിനാൻസ്. സെക്കൻഡ് ചാപ്റ്റർ ഇതിൻ്റെ തുടർച്ചയാണുള്ളത്. ബിസിനസ് ആൻഡ് ഫിനാൻസിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അക്കൗണ്ടിങ്ങിനും E-commerce മേഖലയിലും കസ്റ്റമർ റെക്കോർഡ്സിനും കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗമുണ്ട്. ഹെൽത്ത് കെയറിൽ പേഷ്യൻ്റ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നു. ടെലിമെഡിസിനും ഇമേജ് അനലൈസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റേ സ്കാനിങ് പോലുള്ളവ. എഡ്യൂക്കേഷനിൽ ഓൺലൈൻ ക്ലാസ്സസ്, ലേണിംഗ് പ്ലാറ്റ്ഫോം, സ്റ്റുഡൻറ്റ് ട്രാക്കിങ്. സയൻസ് ആൻഡ് റിസർച്ചിൽ കോംപ്ലക്സ് കാൽക്കുലേഷൻ, ഡാറ്റ മോഡലിംഗ്, ഇതൊക്കെയാണ്. ഇനി എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിങ്ങിൽ ഡിസൈൻ വിത്ത് കാർഡ്, കൺട്രോൾ മെഷീൻസ്, സിമുലേഷൻസും. എൻ്റർടൈൻമെൻറ്റിൽ എഡിറ്റിംഗ്, വീഡിയോസ്, പ്ലേയിങ് ഗെയിംസ്, സ്ട്രീമിംഗ് കണ്ടൻറ്റ് ലൈക്ക് യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സും ഒക്കെ വരും. ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സിൽ GPS, ഫ്ലീറ്റ് ട്രാക്കിംഗ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഗവൺമെൻറ് സർവീസസിൽ ഓൺലൈൻ സർവീസ്, ടാക്സ്, വോട്ടിംഗ് ഒക്കെ ഓൺലൈനായിട്ട് ചെയ്യുന്ന പബ്ലിക് സേഫ്റ്റി പ്ലാനിങ്. അഗ്രികൾച്ചർ, സ്മാർട്ട് ഫാമിംഗ് യൂസിങ് GPS, ഡ്രോൺ ആൻഡ് സെൻസേഴ്സ്. എൻവയോൺമെൻറ്റൽ സ്റ്റഡി, ക്ലൈമറ്റ്, ട്രാക്ക് വൈൽഡ് ലൈഫ് വിത്ത് ടെക്നോളജി.
ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? കമ്പ്യൂട്ടേഴ്സിൻ്റെ സ്പീഡാണ്, ഡീറ്റെയിൽഡ് പറയുന്നത് ഹെഡ് മാത്രം പറഞ്ഞുകൊണ്ട് സ്പീഡാണ്, ആക്യുറേറ്റ് ആണ്, സ്റ്റോറേജ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്താണ് സ്പേസ് മാത്രം മതി, ഹ്യൂജ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കും, ഓട്ടോമേഷനാണ്, കണക്ടിവിറ്റിയാണ്, ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ വഴി ഇൻ്റർനെറ്റ്, ഇമെയിൽ, വീഡിയോ കോൾസ്, ഫ്ലെക്സിബിളാണ്, ഡാറ്റ അനലൈസിസ് ആണ്, എഡ്യൂക്കേഷൻ സപ്പോർട്ടാണ്. ഡിസ്അഡ്വാൻറ്റേജ് ഡിപ്പെൻഡൻസ്, ഓവർ ഡിപ്പെൻഡൻസ് നമ്മൾ തിങ്കിങ് സ്കില്ലിംഗ് ഇല്ലാതാക്കും, സെക്യൂരിറ്റി റിസ്ക് ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും, കോസ്റ്റ്, അതുപോലെ കോംപ്ലക്സിറ്റി, എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ട്, സോഷ്യൽ ഇമ്പാക്റ്റും. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയാണ്. റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ റോൾ എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ, ഒരു ഓർഗനൈസേഷനിലെ എല്ലാവർക്കും തമ്മിൽ എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇമെയിൽസും വീഡിയോ കോൾസും അതുപോലെ മെസ്സേജസും അയക്കാൻ അതിൽ യൂസ് ചെയ്യുന്ന ആപ്പുകൾ എന്തൊക്കെയാണ്? സൂം, സ്ലാക്ക്, മാർക്കറ്റിംഗ്, എന്താണ് ഓൺലൈൻ ആഡ്സ്, സോഷ്യൽ മീഡിയ, ഡിസൈൻ, പോസ്റ്റേഴ്സൊക്കെ ചെയ്യുന്നത്. ടൂൾസിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഗൂഗിൾ ആഡ്സ്, ക്യാൻവ പോലുള്ളത്. അക്കൗണ്ടിങ്ങിൽ ബുക്ക് കീപ്പിംഗ് ഈസിയായിട്ട് നടത്താൻ പറ്റുന്നു, ബഡ്ജറ്റ്, സാലറി, ടാക്സസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. സ്റ്റോറേജ് കമ്പ്യൂട്ടറിൽ എന്താണ് കമ്പനിയുടെ എല്ലാ ആവശ്യമായിട്ടുള്ള ഡാറ്റാസും സ്റ്റോർ ചെയ്യുന്നു. ക്ലൗഡ് സർവീസ് അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് പോലുള്ളവ യൂസ് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ പർപ്പസ് എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്നു. റിസർച്ച് ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് റിസർച്ച് നടത്തുന്നു. കമ്പ്യൂട്ടർ ഫോർ സൊസൈറ്റി അഗ്രികൾച്ചറിൽ ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാണ്, ക്രോപ്പ് പ്ലാനിങ്ങിനും ഇറിഗേഷന്, പെസ്റ്റ് കൺട്രോൾ, യൂസിങ് സെൻസസ് ആൻഡ് ജി പി എസ് ടൂൾസും സെൻസർ യൂസ് ചെയ്തിട്ട് എന്താണ് ഫാമേഴ്സിന് ഹെൽപ്പ് ചെയ്യാണ്. എപ്പോഴാണ് വിത്ത് നടേണ്ടത്, ഇറിഗേഷൻ എപ്പോഴാണ്, പെസ്റ്റ് കൺട്രോൾ എങ്ങനെയാണെന്നൊക്കെ ചെയ്യുന്നത്. ഹെൽത്ത് കെയറിൽ പേഷ്യൻ്റ് ഡാറ്റ സ്റ്റോറിങ്, സപ്പോർട്ട്, ടെലിമെഡിസിൻ, ഹെൽപ്സ് ഇൻ മെഡിക്കൽ ഇമാജിൻ, എക്സ്റേ ആൻഡ് MRI. ട്രാഫിക് മാനേജ്മെൻറ്റിൽ എന്താണ് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നുണ്ട്, മോണിറ്ററിങ്ങും കൺട്രോളും ചെയ്യുന്നു സെൻസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്. ക്യാമറ ആൻഡ് ആപ്സ് ലൈക്ക് ഗൂഗിൾ മാപ്സ്. അഡ്മിനിസ്ട്രേഷനിൽ ഓട്ടോമേറ്റ്സ് ഗവൺമെൻറ് ടാസ്കൊക്കെ എഫക്റ്റീവായി നടത്തുന്നത് എങ്ങനെ? ഡാറ്റ എൻട്രി, റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഓൺലൈൻ സർവീസുകൾ, ടാക്സ് ഫയലിംഗ്. റോൾ ഇൻ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സിലുള്ള കമ്പ്യൂട്ടറിൻ്റെ റോള് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട്, സ്റ്റോക്ക് ലെവൽ ട്രാക്ക് ചെയ്തുകൊണ്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ റിപ്പോർട്ട് കീപ്പിംഗ് നടത്തുന്നുണ്ട്, ടാലി, എക്സെറോ പോലത്തുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ബഡ്ജറ്റ് ആൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നുണ്ട്. പ്രൊഡക്റ്റ് ഫ്യൂച്ചർ എക്സ്പെൻസ് കണക്കാക്കിയിട്ട് അതനുസരിച്ചിട്ട് ഫിനാൻസ് പ്ലാൻ ചെയ്യുന്നു. സ്റ്റോറേജ് ബിസിനസ് ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ഓപ്പറേഷൻ എഫിഷ്യൻസി ഉണ്ട്, സ്പീഡ് അപ്പ് വർക്ക് ബൈ ഓട്ടോമാറ്റിക് പ്രോസസ്സ്. വർക്ക് എന്താണ് ഓപ്പറേഷൻ എഫിഷ്യൻസി ഉറപ്പുവരുത്തുന്നു. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായി നടത്തുന്നു. കസ്റ്റമർ റിലേഷൻഷിപ്പ് കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ ട്രാക്ക് ചെയ്തുകൊണ്ട് അതിന് എന്താണ് സർവീസസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതിന് അനലൈസ് ചെയ്തുകൊണ്ട്. റോൾ ഇൻ ഓൺലൈൻ ബിസിനസ്സിൽ വെബ്സൈറ്റ് മാനേജ്മെൻറ്റ്, കമ്പ്യൂട്ടർ എന്താണ് വെബ്സൈറ്റ്, കൊമേഴ്സ് വെബ്സൈറ്റുകൾ റൺ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ആമസോൺ. ട്രാൻസാക്ഷൻ പ്രോസസ്സ് പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴി എന്താണ് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താൻ സെക്യൂറായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് റൺ ഓൺലൈൻ ക്യാമ്പയിൻ ത്രൂ ഇമെയിൽ, സോഷ്യൽ മീഡിയ ഓർ SEO. CRM മാനേജർ കസ്റ്റമർ ഡാറ്റ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ അനലിറ്റിക്സ് നടത്തുന്ന ഇൻവെൻട്രി ആൻഡ് ഓർഡർ മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ട്. റോൾ ഇൻ ഓൺലൈൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ഓൺലൈൻ ബാങ്കിങ് ഫിനാൻസിലുള്ള റോൾ എന്താണ്? ഓൺലൈൻ ബാങ്കിങ്ങിൽ ലാസ്റ്റിക് മണി, ഡിജിറ്റൽ വാളറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് വഴി പേയ്മെൻറ്റ് എനി ടൈം എനിവർ ചെയ്യാൻ സാധിക്കുന്നു. സെൽഫ് എൻക്വയറി നമുക്ക് ഫിസിക്കലി ബാങ്കിൽ പോകാതെ നമ്മൾ ട്രാൻസാക്ഷൻസും റിമൈനിങ് ബാലൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നു. റിമോട്ട് ബാങ്കിങ് നടത്തുന്നു. സിഗ്നേച്ചർ റിട്രീവൽ നടത്തുന്നു. സെൻട്രലൈസ്ഡ് ഇൻഫർമേഷൻ. ഫിനാൻസിൽ ട്രേഡിംഗ്, ഓൺലൈൻ സ്റ്റോക്ക് ട്രേഡിംഗ് ആൻഡ് റിയൽ ടൈം ഡാറ്റ ആക്സസ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ഓൺലൈൻ സ്റ്റോക്ക് ട്രേഡിങ്ങും അതുപോലെ റിയൽ ടൈം ഡാറ്റയും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ലഭിക്കുന്നു. ഡാറ്റ അനലൈസിസ് നടത്താൻ സാധിക്കുന്നു. ഡാറ്റ സ്റ്റോറേജ്, കൺവീനിയൻസ്, മാനേജ് അക്കൗണ്ട്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബിൽസ് ആൻഡ് ഓൺലൈൻ ബഡ്ജറ്റിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ്. ഇമ്പോർട്ടൻസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഡിവൈസുകൾ തമ്മിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്ട്സ് ഡിവൈസ് ഷെയർ ഇൻഫർമേഷൻ റിസോഴ്സസും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഡിവൈസിനെ കണക്ട് ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കണക്ട്സ് ഡിവൈസ് ടു ഷെയർ ഇൻഫർമേഷൻ റിസോഴ്സസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇത് എക്സാമിന് വരാറുണ്ട്. ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് പാൻ, ലാൻ, മാൻ, വാൻ, ഹാൻ. പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ഒരു സ്മോൾ ഏരിയയിലുള്ള ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോൺ ടു ലാപ്ടോപ്പ്, ഫോൺ ലാപ്ടോപ്പ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഒരു ബിൽഡിങ്ങിലുള്ള ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന. എക്സാമ്പിൾ ഒരു ഓഫീസോ അല്ലെങ്കിൽ സ്കൂളോ ഉള്ള എല്ലാ ഡിവൈസസുകളും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിയിലുള്ള ലാർജ് ക്യാമ്പസിലുള്ള ലാനുകൾ കണക്ട് ചെയ്യുന്നത്. വാൻ എന്ന് പറഞ്ഞാൽ വാൻ ഏരിയ നെറ്റ്വർക്ക്, ഒരു ഗ്ലോബലി ലോങ് ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഗ്ലോബലി ഉള്ള എല്ലാ ഡിവൈസുകളും കണക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത്.
ഹോം ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു വീട്ടിലുള്ള ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ടി വിസ് പി സീസ് ആൻഡ് ഫോൺ അറ്റ് ഹോം. അഡ്വാൻറ്റേജ് ഓഫ് നെറ്റ്വർക്ക് നമ്മൾ ഡിസ്റ്റൻസ് ഓവർകം ചെയ്യുന്നുണ്ട്. ബൗണ്ടറീസ് ഒരു പ്രശ്നമേ ആയി വരുന്നില്ല. ഡിസ്റ്റൻസ് ഒന്നും ഈസി ഇൻഫർമേഷൻ ഷെയറിംഗ് ആണ്, ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് ആണ്. യൂണിറ്റ് 3 വെബ് ആപ്ലിക്കേഷൻ. വെബ് ആപ്ലിക്കേഷൻ ടു ടൈപ്പ് വെബ് ആപ്ലിക്കേഷൻ ഉണ്ട്. വെബ് ബ്രൗസർ ടു ടൈപ്പ് ഉണ്ട്, ഗ്രാഫിക് ആൻഡ് നോൺ ഗ്രാഫിക്. ഗ്രാഫിക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇമേജും വീഡിയോയും സ്റ്റൈൽ ടെക്സ്റ്റും ഉണ്ടാകും. അത് യൂസർ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കുന്നതിന് വേണ്ടി. അത് വരുന്ന ഗൂഗിൾ ക്രോം, ഫാസ്റ്റ് വിത്ത് മെനി ഫീച്ചേഴ്സാണ്. മൊസില്ല ഫയർഫോക്സ്, ഗ്രേറ്റ് ഫോർ പ്രൈവസി ആൻഡ് കസ്റ്റമൈസേഷൻ. സഫാരി എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഡിവൈസസിൽ കാണുന്ന ബ്രൗസറാണ്. മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് വിത്ത് മൈക്രോസോഫ്റ്റ് സർവീസ്. നോൺ ഗ്രാഫിക് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബേസ്ഡ് കണ്ടന്റ് ആണ്, അതിനകത്ത് ഇമേജസോ വീഡിയോസോ ഒന്നും ഉണ്ടാവില്ല. ഇത് എവിടെയാണ് സ്യൂട്ടബിൾ ആവുക? ഗ്രാഫിക് ആവശ്യമില്ലാത്തത്. എക്സാമ്പിൾ ലിനക്സ്, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ടെക്സ്റ്റ് ബേസ്ഡ് ബ്രൗസറാണ്. W3 ആൻഡ് ലിങ്ക്സ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഗൂഗിൾ ഡ്രൈവ്? ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ക്ലൗഡ് ബേസ്ഡ് ഫയൽ സ്റ്റോറേജ് ആണ്. നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫയൽ സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കും. അതാണ് ഇത് ഗൂഗിളുമായിട്ട് കണക്ട് ആയിട്ടുള്ളതാണ് ഗൂഗിൾ ഡോക്സ്. അതിനകത്ത് ഷീറ്റ്, സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാവും. ഇനി ഫയൽ സ്റ്റോറേജ് ആൻഡ് സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ 2-way സിങ്ക്രണൈസേഷൻ, 1-way സിങ്ക്രണൈസേഷൻ. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. 2-way സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഫയൽ നമ്മുടെ ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലും ഉണ്ടെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിൽ ആ ഫയൽ ചേഞ്ചസ് വരുത്തിക്കാൻ ഓട്ടോമാറ്റിക്കലി ഫോണിലുള്ള ആ ഫയലും ഓട്ടോമാറ്റിക്കലി ആ ചേഞ്ചസ് വന്നിട്ടുണ്ടാകും. അതാണ് 2-way സിങ്ക്രണൈസേഷൻ. 1-way സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാപ്ടോപ്പിൽ വരുത്തിയ മാറ്റം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഫോണിലുള്ള ഫയലിന് മാറ്റം വരുന്നില്ല. അതിനാണ് 1-way സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മാനുവലി പോയിട്ട് എന്ത് ചെയ്യണം, ആ ഫോണിലുള്ള ഫയലിൽ നമ്മൾ ചേഞ്ചസ് വരുത്തണം. ഇനി ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഗൂഗിളിൽ പോവുക, ഗൂഗിൾ അക്കൗണ്ട് ക്രിയേഷൻ ചെയ്യുക, എൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ, ഇമെയിൽ, പാസ്വേഡ്, യൂസർ നെയിം, പാസ്വേഡ് കൊടുക്കുക, ഫോൺ നമ്പർ, OTP, ഇനി റിക്കവറി നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ റിക്കവറി ഇമെയിൽ കൊടുക്കുക, നമ്പർ വെരിഫൈ ചെയ്യുക OTP വെച്ചിട്ട്. ഫിനിഷ് അക്കൗണ്ട് ക്രിയേഷൻ. പിന്നെ നമുക്ക് അക്കൗണ്ട് കസ്റ്റമൈസ് ചെയ്യാം. ഇനി ഗൂഗിൾ ഡോക്സിലേക്ക് എങ്ങനെയാണ് പോവുക? ഓപ്പൺ ഗൂഗിൾ ഡോക്സ് എങ്ങനെയാണ്? ഗൂഗിൾ ഡ്രൈവ് വഴിയോ അല്ലെങ്കിൽ docs.google.com വഴിയോ ഗൂഗിൾ ഡ്രൈവ് ആക്സസ് ചെയ്യാം. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സെർച്ച് ചെയ്യുക, പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ക്രിയേറ്റ് ന്യൂ ഗൂഗിൾ ഡോക്സ് പ്രൊജക്റ്റ്. ഇതൊന്നും എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ലാണ്ട് പറഞ്ഞു വിടുകയാണ്. ഇത്രയേ ഉള്ളൂ. ഗൂഗിൾസിലെ പ്രസൻറ്റേഷൻ. ഓപ്പൺ ഗൂഗിൾ സ്ലൈഡ്സ് ആൻഡ് ക്രിയേറ്റ് പ്രസൻറ്റേഷൻ യൂസിങ് ബ്ലാങ്ക് സ്ലൈഡ് ഓർ ടെംപ്ലേറ്റ്. ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റാണ്. നമ്മുടെ MS Excel പോലത്തുള്ള സാധനമാണ്. ക്രിയേറ്റ് ന്യൂ സ്പ്രെഡ്ഷീറ്റ് ഫോർ ഡാറ്റ എൻട്രി, അനലൈസ് ആൻഡ് ഫോർമുല യൂസ്. ഗൂഗിൾ വർക്ക് സ്പേസ്, അത് ഫോമിലി G Suite. ഇൻക്ലൂഡ് ഗൂഗിൾ വർക്ക് സ്പേസ് എന്തൊക്കെയുണ്ട്? ഗൂഗിൾ ഡോക്സ്, ഷീറ്റ്, സ്ലൈഡ്സ്, Gmail ആൻഡ് ഗൂഗിൾ ഡ്രൈവ് ഫോർ പ്രൊഡക്ടിവിറ്റി ആൻഡ് കൊളാബറേഷൻ. നമുക്ക് ക്രോമിൽ പോയി കഴിഞ്ഞാൽ സൈഡിൽ ഇത്രയും കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഷെയറിംഗ്, പബ്ലിഷിംഗ് ആൻഡ് കൊളാബറേറ്റിംഗ്. ഷെയർ ഡോക്യുമെൻ്റ് എങ്ങനെയാണ്? ക്ലിക്ക് ഷെയർ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫയൽ ഷെയർ ചെയ്യാം. എൻ്റർ ഇമെയിൽ അഡ്രസ്സ്, ആർക്കാണോ നമ്മൾ ഷെയർ ചെയ്യാൻ അവരുടെ ഇമെയിൽ അഡ്രസ്സ് ചെയ്തിട്ട് പെർമിഷൻ നൽകുക. ഒരു വ്യൂവറാണോ, കമൻറ്ററാണോ, എഡിറ്ററാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പബ്ലിഷ് ഡോക്യുമെൻ്റ് എങ്ങനെയാണ്? ഫയൽ പബ്ലിഷ് ടു ദ വെബ്. കൊളാബറേഷൻ റിയൽ ടൈം. മൾട്ടിപ്പിൾ യൂസേഴ്സ് ക്യാൻ എഡിറ്റ് ഡോക്യുമെൻറ്റ്സ് simultaneously. യൂസ് ദ കമൻറ്റ് ആൻഡ് സജസ്റ്റ് മോഡ്. ഗൂഗിൾ ഫോംസ്. ക്രിയേറ്റിംഗ് ഗൂഗിൾ ഫോംസ് എങ്ങനെയോ നമുക്കറിയാം. ഗൂഗിൾ ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൂഗിളിൽ പോവുക, ഓപ്പൺ ഗൂഗിൾ ഫോംസ് ആൻഡ് സ്റ്റാർട്ട് ബ്ലാങ്ക് ഫോം ആൻഡ് യൂസ് ടെംപ്ലേറ്റ് ഫോർ സർവേ ക്യൂസസോ ഫീഡ്ബാക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു ബ്ലാങ്ക് ഫോം എടുത്തിട്ട് തയ്യാറാക്കുക. കസ്റ്റമൈസ് ചെയ്യാൻ ശേഷം അതിന് ഷെയർ ചെയ്യാം. ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസേഴ്സ് ആക്സസ് മാനേജ് ഡാറ്റ ആൻഡ് ആപ്ലിക്കേഷൻ ഓവർ ഇൻ്റർനെറ്റ് വഴി നമുക്ക് എന്താണ് ഡാറ്റാസ് മാനേജ് ചെയ്യാൻ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻ്റെ ബെനിഫിറ്റ്സ് എന്ന് സ്കെയിലബിൾ, റിസോഴ്സ് ഗ്രോ വിത്ത് യുവർ നീഡ്സ്, ഫ്ലെക്സിബിളാണ്, കോസ്റ്റ് എഫിഷ്യൻസിയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി യൂണിറ്റ് ഫോർ ബേസിക് കമ്പ്യൂട്ടേഴ്സ് സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കളക്റ്റീവ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എങ്ങനെയാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു സ്പെസിഫിക് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത് ഇറ്റ്സ് റിക്വയർഡ് ഫോർ ഓപ്പറേറ്റ് ഹാർഡ്വെയർ ആൻഡ് റൺ ആപ്ലിക്കേഷൻ. ഹാർഡ്വെയർ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഹാർഡ്വെയറിന് ഫിസിക്കൽ പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടറും CPU, മെമ്മറി ആൻഡ് സ്റ്റോറേജ് ഡിവൈസ്, അതൊക്കെ. സിസ്റ്റം സോഫ്റ്റ്വെയർ ആക്ട് ആസ് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ തമ്മിൽ ഒരു ഇൻ്റർമീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ. അത് സ്മൂത്ത് ഓപ്പറേഷനും ഹാർഡ്വെയർ റിസോഴ്സ് മാനേജ്മെൻറ്റ് നടത്തുന്നു. റോൾ എന്ന് പറഞ്ഞാൽ മാനേജ് ഹാർഡ്വെയർ, അലോ ആപ്ലിക്കേഷൻ ടു ഫംഗ്ഷൻ ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട് ടു ക്രിയേറ്റിംഗ്, എഡിറ്റിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഫയൽസ്. എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ: DOS, വിൻഡോസ്, ലിനക്സ്, യുണിക്സ്. ഫങ്ഷൻസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ: കൺട്രോൾ ആൻഡ് എക്സിക്യൂഷൻ, സപ്പോർട്ട്, ഡെവലപ്മെൻറ്റ്. കൺട്രോൾ ആൻഡ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ
manage the execution of programs, storage and resource processing. Step 1 type of system software നോക്കുക operating system. OS എന്നാൽ the operating system manage hardware and all and allow user interact with the system. Operating system hardware മാനേജ് ചെയ്തുകൊണ്ട് യൂസേഴ്സിന് സിസ്റ്റമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യണം. ബേസിക് ഫംഗ്ഷൻ യൂസർ ഇൻ്റർഫേസ് ആണ്. അലോ യൂസേഴ്സ് ടു ഇൻട്രാക്ട് വിത്ത് ദ കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി അലോ ചെയ്യുന്നു. പ്രോസസ് മാനേജസ് പ്രോസസ് മെമ്മറി ആൻഡ് റിസോഴ്സസ്, ഫയൽ മാനേജ്മെൻറ്റ് ഉണ്ട്, മെമ്മറി മാനേജ്മെൻറ്റ്, യൂട്ടിലിറ്റി ഫങ്ഷൻസ് ഉണ്ട്. ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കാം. ബാച്ച് OS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ബാച്ചസ് ആയിട്ടാണ് ജോബ്സ് എക്സിക്യൂട്ട് ചെയ്യാം വിത്തൗട്ട് യൂസർ ഇൻട്രാക്ഷനിലാണ്. എക്സാമ്പിൾ പേറോൾ സിസ്റ്റംസ്. റിയൽ ടൈം OS എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടൈം സെൻസിറ്റീവ് ടാസ്ക്. എക്സാമ്പിൾ ഹാർഡ് ആൻഡ് സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റം. ടൈം ഷെയറിംഗ് OS, ഡിസ്ട്രിബ്യൂട്ടിംഗ് OS നിർബന്ധമില്ല പഠിക്കണമെന്ന്. നെറ്റ്വർക്ക് OS മാനേജ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടർ ഓവർ നെറ്റ്വർക്ക്, യൂണിക്സ് ലിനക്സ്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡിസൈൻ ഫോർ സ്പെസിഫിക് ടാസ്ക്. ഒരു സ്പെസിഫിക് ടാസ്ക് റൺ ചെയ്തതിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറാണ്. നമ്മൾ MS വേർഡ് പ്രോസസ്സിംഗ്, ഡാറ്റ അനലൈസ് ആൻഡ് മീഡിയ എഡിറ്റിംഗ്, ഇതൊക്കെ നമ്മൾ ആപ്ലിക്കേഷനുകളാണ് ഇവിടെ പറയുന്നത്. എന്താണ് MS Excel, MS Word, ഫോട്ടോഷോപ്പ്, അങ്ങനെ എല്ലാം വരുന്നതെല്ലാം എന്താണ് ഒരു സ്പെസിഫിക് കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറാണ്. ഇനി കാറ്റഗറീസ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നോക്കാം. ജനറൽ പർപ്പസ് ഓഫ് സോഫ്റ്റ്വെയർ വേർഡ് പ്രോസസ്സിംഗിൽ വരുന്നതാണ് മൈക്രോസോഫ്റ്റ് വേർഡ്, ഗൂഗിൾ ഡോക്സ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ, ഗൂഗിൾ ഷീറ്റ്. ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ആക്സസ്. ഗ്രാഫിക്കൽ സോഫ്റ്റ്വെയർ ആണ് അഡോബ് ഫോട്ടോഷോപ്പ്. മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ആണ് VLC പ്ലെയർ, വിൻഡോസ് മീഡിയ പ്ലെയർ. വെബ് സീരീസ് സോഫ്റ്റ്വെയർ ആണ് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്. അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് ടാലി, ക്വിക്ക് ബുക്ക്. ബാങ്കിങ് സോഫ്റ്റ്വെയർ ആണ് പീപ്പിൾ സോഫ്റ്റ്. വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്സസ് ടു ദ വെബ് ബ്രൗസർ വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ആണ് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ. എക്സാമ്പിൾ ജിമെയിൽ ആൻഡ് ഫേസ്ബുക്ക്. എക്സാമ്പിൾ ഓഫ് പോപ്പുലർ സോഫ്റ്റ്വെയർ നോക്കാം. ഗൂഗിൾ ക്രോം നമുക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് സ്പീഡ് ആൻഡ് പെർഫോമൻസ് ആണ്. യൂസർ ഇൻ്റർഫേസ് മിനിമലിസ്റ്റിക്, ഡിസൈൻ ഫോർ ഈസി നാവിഗേഷൻ ആണ്, സെക്യൂർഡ് ആണ്, ഇൻക്ലൂഡ്സ് സാൻഡ് ബോക്സിംഗ്, ഫിഷിംഗ് പ്രൊട്ടക്ഷൻ ആൻഡ് ഇഗ്നോഷിയോ മോഡ് ഫോർ പ്രൈവസി. ആപ്പ് ബേസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ആപ്സ് ഡിസൈൻ ഫോർ സ്പെസിഫിക് ഫംഗ്ഷൻ ലൈക്ക് കാൽക്കുലേറ്റർ, കമ്മ്യൂണിക്കേഷൻ ടൂൾസ്. ആപ്പ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ റൺ ചെയ്യുന്നതിന് മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ കാൽക്കുലേറ്റർ, പെർഫോം ബേസിക് അരിത്തമെറ്റിക്, സ്കൈപ്പ്, വീഡിയോ കോളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഓഫീസ് 365, സ്യൂട്ട് ഫോർ പ്രൊഡക്ടിവിറ്റി ടൂൾസ്, വേർഡ്, എക്സൽ, PowerPoint ഇതൊക്കെ വരുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് OS യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ് ആണ്. മെനു ഡ്രിവൺ ആൻഡ് ഈസി നാവിഗേഷൻ ആണ്. പ്രോഗ്രാം മാനേജർ മാനേജ് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ്, മൾട്ടി ടാസ്കിംഗ്, സപ്പോർട്ട് റണ്ണിങ് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ സൈമൾട്ടേനിയസ്ലി. ഇനി ആൻഡ്രോയിഡ് OS എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണുകൾ കാണുന്ന സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടച്ച് ഇൻ്റർഫേസ് ആണ്, ഇൻട്രാക്റ്റീവ് ചെയ്യുക, ടാപ്പിംഗ് ആൻഡ് സ്വൈപ്പിംഗ്, ഹൈലി കസ്റ്റമൈസ്ഡ് ഇൻ്റർഫേസ് ആണ്. പ്ലേ സ്റ്റോർ ഉണ്ടാവും അതിനകത്ത്. ഇനി ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ സോഴ്സ് കോഡ് ഈസ് ആക്സസിബിൾ ടു എനിവൺ. ഫ്രീ ആൻഡ് കസ്റ്റമൈസബിൾ ആണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. കോസ്റ്റ് typically available at no or minimal cost ആണ്. ലൈസൻസ് ഡിസ്ട്രിബ്യൂട്ട് അണ്ടർ ദ ലൈസൻസ് ലൈക്ക് GNU, GPL, AppShare ലൈസൻസ്. എക്സാമ്പിൾ ലിനക്സ്, MySQL, പൈത്തൺ. ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറയുന്നത്. ഇനി ഗൂഗിൾ പ്ലേ സ്റ്റോർ നമുക്കറിയാം. ആൻഡ്രോയിഡ് ആപ്പുകൾ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് കിട്ടുന്ന ആപ്സ്, ഗെയിംസ്, മൂവീസ് ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ. ആൻഡ്രോയിഡ് ഫോണുകളിൽ കാണാം. ഫീച്ചേഴ്സ് ആപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ട്, ചലഞ്ചസ് ആയിട്ട് മാൽവെയർ ഇഷ്യൂ, അപ്രൈറ്റന്റ് ഡിസ്പ്യൂട്ട്. അഡീഷണൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറാണ്. റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഓഫ് ദ ഷെൽഫ് സോഫ്റ്റ്വെയർ ദാറ്റ് റെഡി ഫോർ ഇമ്മീഡിയറ്റ് യൂസിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ജനറൽ യൂസിനായിട്ട് അവൈലബിൾ ആയിട്ട് ഫ്രീലി അവൈലബിൾ ഫോർ ജനറൽ യൂസ്. ലാംഗ്വേജ് പ്രോസസ് കൺവേർട്ട് ഹൈ ലെവൽ കോഡ് ഇൻറ്റു മെഷീൻ കോഡ്. ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് കോഡ് ഡയറക്ട്ലി ഫ്രം സോഴ്സ് കോഡ്. അസംബ്ലർ എന്ന് പറഞ്ഞാൽ കൺവേർട്ട് അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ കോഡ്. ഡിവൈസ് ഡ്രൈവേഴ്സ്. ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന ഫംഗ്ഷൻ അലോ ഹാർഡ്വെയർ ഡിവൈസ് ടു കമ്മ്യൂണിക്കേറ്റ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഹാർഡ്വെയർ ഡിവൈസിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നുള്ളതിൻ്റെ ഫംഗ്ഷന്. ടൈപ്പ് ക്യാൻ ബി പ്രൊവൈഡ് ബൈ ഹാർഡ്വെയർ മാനുഫാക്ചർ ഓർ ഇൻക്ലൂഡ് വിത്ത് ദ OS.
യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾസ് ദാറ്റ് പെർഫോം സ്പെസിഫിക് ടാസ്ക് ലൈക്ക് ഫയൽ മാനേജ്മെൻറ്റ്, ഡാറ്റ റിക്കവറി ആൻഡ് സിസ്റ്റം ഡയഗ്നോസ്റ്റിക്. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ മാനേജ്മെൻറ്റ്, ഡാറ്റ റിക്കവറി ആൻഡ് സിസ്റ്റം ഡയഗ്നോസ്റ്റിക് ആണ്. എക്സാമ്പിൾ ഡിസ്ക് ക്ലീനപ്പ്, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, ബാക്കപ്പ് യൂട്ടിലിറ്റീസ്. നെക്സ്റ്റ് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇത് ചോദിക്കാറുണ്ട്. DBMS. DBMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DBMS is software used to store, manage and manipulate structured data. സ്ട്രക്ചർഡ് ഡാറ്റയെ സ്റ്റോർ ചെയ്യും, മാനേജ് ചെയ്യും, മാനിപ്പുലേറ്റും ചെയ്യുന്നതിനാണ് DBMS എന്ന് പറയുന്നത്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുർ ഡാറ്റ ഇസ് കൺസിസ്റ്റൻറ്റ്, സെക്യൂർ ആൻഡ് ആക്സസിബിൾ. ഇത് ഉറപ്പ് വരുത്താണ് ഡാറ്റ കൺസിസ്റ്റൻ്റ് ആണ്, സെക്യൂർ ആൻഡ് ആക്സസിബിൾ ആണുള്ളത്. ഇതിൻ്റെ കീ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് ഡാറ്റയാണ്, കൺസിസ്റ്റൻറ്റ് ആൻഡ് വെൽ ഡിഫൈൻഡ് കോൺടെക്സ്റ്റ് ആണ്. ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ഡാറ്റാബേസ് സ്ട്രക്ചർ, ഡിഫൈനേഷൻ, ഡാറ്റ ഓപ്പറേഷൻസ്, ഇൻസേർട്ടഡ്, അപ്ഡേറ്റഡ്, ഡേറ്റ റീഡ്, ഇതൊക്കെ ഉണ്ടാകും. കൺസിസ്റ്റൻസി, ആക്സസ് കൺട്രോൾ ആൻഡ് റിക്കവറി. ഇനി ഡാറ്റ മോഡൽ ഇൻക്ലൂഡ് റിലേഷൻ ആൻഡ് ഹൈറാർക്കിക്കൽ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. RDBMS എന്ന് പറഞ്ഞാൽ റിലേഷൻ ഡാറ്റാബേസ് സ്റ്റോർഡ് ഇൻ ടേബിൾസിലാണ് എന്താണ് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതാണ് റിലേഷൻ ഡാറ്റാബേസ് സ്റ്റോർ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. Key table like table, relation, row, tuples, column, attributes and scheme are essential. SQL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർഡ് ക്വയറി ലാംഗ്വേജ് യൂസ് ഫോർ ഇൻട്രാക്ടിങ് വിത്ത് ഡാറ്റാബേസ് ഇൻട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്വയറി ലാംഗ്വേജ് ആണ് സ്ട്രക്ചർഡ് ക്വയറി ലാംഗ്വേജ്. ഇറ്റ് ഇൻക്ലൂഡ് DDL, ക്രിയേറ്റ്, ഓൾട്ടർ, DML, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡീക്കൽ, സെലക്ട്, DCL, ഗ്രാൻഡ്, റിവോക്ക്, TSS, കമ്മിറ്റ്, റോൾ ബാക്ക്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. DSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിന് ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായ രീതിയിൽ ഡാറ്റാസ് പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് DSS എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് DSS. ഡാറ്റ ഡ്രിവൺ DSS എന്നാൽ ഫോക്കസ് ഓൺ ലാർജ് വോളിയം ഓഫ് ഡാറ്റ. മോഡൽ ഡ്രിവൺ DSS എന്നാൽ യൂസ് മോഡൽ ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ടു അനലൈസ് ഡാറ്റ. ഡോക്യുമെൻറ്റ് ഡ്രിവൺ DSS എന്നാണ് ഫോക്കസ് ഓൺ ഡോക്യുമെൻറ്റ് മാനേജ്മെൻറ്റ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ക്രിയേഷൻ, പ്രോസസ് നോളജ് ആൻഡ് പ്രൊവൈഡ് ആക്ഷനബിൾ ഇൻസൈറ്റ്. DSS യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്, അനലിറ്റിക്സ് ആൻഡ് ഡിസിഷൻ ഫെസിലിറ്റേഴ്സ് ആണ്. ഇനി എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ERP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ കോർ ഫങ്ഷൻസുള്ള എന്താണ് കോർ ബിസിനസ് പ്രോസസ്സുകളെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ERP എന്ന് പറയുന്നത്. ലൈക്ക് ഫിനാൻസ് ആൻഡ് HR. ERP എൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്ട്രീം ലൈൻ ബിസിനസ് പ്രോസസ്സ്, ഫോർകാസ്റ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആൻഡ് ഇൻറ്റഗ്രേറ്റ്സ് വാരിയസ് ബിസിനസ് ഫങ്ഷൻസ്. ERP ക്യാരക്ടറിസ് ഹെൽപ്പ് റെഡ്യൂസ് എറേഴ്സ്, ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എൻഹാൻസ് ഓപ്പറേഷൻ എഫിഷ്യൻസി. OLAP and OLTP. OLAP എന്ന് പറഞ്ഞാൽ ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്, ഡീൽ വിത്ത് കോംപ്ലക്സ് ക്വയറീസ് ആൻഡ് ഇസ് യൂസ്ഡ് ഫോർ ബിസിനസ് ഇൻ്റലിജൻസ്. OLTP എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്, ഫോക്കസ് ഓൺ ഷോർട്ട് സിമ്പിൾ ട്രാൻസാക്ഷൻ ഇൻ സിസ്റ്റം ലൈക്ക് ERP. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. MIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ടു സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ് ദ ഓപ്പറേഷൻ ലെവൽ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് MIS അഥവാ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. DSS ഉം MIS ഉം തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ഓപ്പറേഷൻ എഫിഷ്യൻസി. MIS ഫോക്കസ് ചെയ്യുന്ന ഓപ്പറേഷൻ എഫിഷ്യൻസി വിത്ത് റിപ്പോർട്ട്. DSS എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഹയർ ലെവൽ ഡിസിഷൻ മേക്കിംഗ് ബൈ അനലൈസിങ് കോംപ്ലക്സ് ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് ഹയർ ലെവൽ ഡിസിഷൻ മേക്കിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് DSS. എന്ന MIS എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആണ് ഫോക്കസ് ചെയ്യുന്നത് വിത്ത് റിപ്പോർട്ട്. ഇനി MISൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് പീരിയോഡിക് ആൻഡ് ad hoc report but lacks the flexibility needed for the unstructured decision. In general data protection regulation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a regulation that ensure the data privacy and protection in the EU. അപ്പോൾ പറയുന്നത് GDPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ regulation is a regulation that ensure data privacy ഉറപ്പുവരുത്തുന്ന റെഗുലേഷനാണ് GDPR എന്ന് പറയുന്നത്. Data privacy and protection. In the key aspects, expand the definition of personal data, grant individual right like access and the right to be forgotten. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. And summary കൊടുത്തിട്ടുണ്ട് support effective decision making through data analysis. ERP എന്ന് integrate various business functions to optimize for performance improve ചെയ്യുന്നതിന് വേണ്ടി business functions integrate ചെയ്യുന്നതാണ് ERP. MIS എന്ന് പറഞ്ഞാൽ aids in managerial decision making by providing structured report provide ചെയ്തുകൊണ്ട് managed decision എടുക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. GDPR എന്ന് പറഞ്ഞാൽ enforce stringent data protection and privacy standard. In Unit 6, IT security measures in business. IT security measures എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിനും ഇൻഫർമേഷൻ സിസ്റ്റത്തിനും നെറ്റ്വർക്സിനും
ഇൻഫർമേഷൻ സിസ്റ്റം, നെറ്റ്വർക്ക്സ് ആൻഡ് ഡാറ്റ എന്നിവയെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് അൺഓതറൈസ്ഡ് ആക്സസ് എന്ന്. അനധികൃതമായിട്ടുള്ള കൈകടത്തലുകളിൽ നിന്നും നെറ്റ്വർക്കിനെയും ഇൻഫർമേഷൻ സിസ്റ്റത്തിനെയും ഡാറ്റാസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. Key components of cybersecurity and confidentiality and ensure the sensitive information is only accessible to authorized users. ഈ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അത് ആക്സസിബിൾ ആവുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുന്നു. എക്സാമ്പിൾ യൂസിങ് എൻക്രിപ്ഷൻ ടു പ്രൊട്ടക്ട് ഇമെയിൽസ്, ഇൻറ്റഗ്രിറ്റി, എൻഷുർ ഡാറ്റ ഇസ് നോട്ട് ഓൾട്ടർഡ് വിത്തൗട്ട് ഓതറൈസേഷൻ അത് നമ്മൾ ഡാറ്റാസ് ഓൾട്ടർ ചെയ്തിട്ടില്ല, അത് മാറ്റം വരുത്തില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. എക്സാമ്പിൾ എൻഷുർ ഇമെയിൽ കണ്ടന്റ് ഈസ് നോട്ട് ടാമ്പർഡ് with during transmission, availability, ensure that information is accessible when needed. ആവശ്യമായി വരുമ്പോൾ ഇൻഫർമേഷൻസ് ആക്സസിബിൾ ആണെന്ന് ഉറപ്പുവരുത്തുന്നു. എക്സാമ്പിൾ യൂസിങ് ബാക്കപ്പ് സെർവർ ടു മെയിൻറ്റെയിൻ ആക്സസ് ഡ്യൂറിങ് ദ സൈബർ അറ്റാക്ക്. ഇൻ സൈബർ സെക്യൂരിറ്റി ത്രെഡ്സ് എന്തൊക്കെയാണ്? സൈബർ ക്രൈം ആൻഡ് ഹാക്കിങ്. സൈബർ ക്രിമിനൽ എക്സ്പ്ലോയിറ്റ് സിസ്റ്റം വൾണറബിലിറ്റീസ് ടു സ്റ്റീൽ ഡാമേജ് ഡാറ്റ. നമ്മുടെ ഡാറ്റാസ് സ്റ്റീൽ ചെയ്യും, ഡാറ്റ ഡാമേജ് വരുന്നതാണ് സൈബർ ക്രൈം അഥവാ സൈബർ ക്രൈം ആൻഡ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ടെക്നിക്സ് മാൽവെയർ, ഫിഷിംഗ് ആൻഡ് ഡിനയൽ ഓഫ് സർവീസ് ആണ്. ഇവല്യൂഷൻ ഓഫ് അറ്റാക്സ്. സൈബർ ക്രിമിനൽ കോൺസ്റ്റൻ്റ്ലി അഡാപ്റ്റ് ദെയർ മെത്തേഡ് അവർ കോൺസ്റ്റൻ്റ്ലി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾക്ക് എന്താണ് ആ സെക്യൂരിറ്റി മെഷേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. സൈബർ സെക്യൂരിറ്റി മെഷേഴ്സിൽ വരുന്നത് ഫയർ വാൾ, അൺഓതറൈസ്ഡ് ആക്സസ് ടു നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. ഡാറ്റ എൻക്രിപ്ഷൻ എന്താണ്, നമ്മളെ സെൻസിറ്റീവ് ഡാറ്റക്ക് എന്താണ് ഹാക്കറിന് ആക്സസ് ലഭിക്കാതിരിക്കാൻ വേണ്ടി ഡാറ്റ എൻക്രിപ്ഷൻ നടത്തുന്നു. മൾട്ടി ഫാക്ടർ ഒതൻറ്റിക്കേഷൻ, അതുപോലെ റെഗുലർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്. ഐഡൻറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ എന്താണ് പേഴ്സണൽ ഇൻഫർമേഷൻസ്, ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് എന്താണ് സ്റ്റീൽ ചെയ്യുന്നതാണ്. ലൈക്ക് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, പാസ്വേഡ്, ഫ്രോഡ് നടത്തുന്നതിന് വേണ്ടി. ഇനി കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ലോസ് ആ വ്യക്തിക്ക് വരും, റെപ്യൂട്ടേഷൻ ഡാമേജസ്, ഒരാൾ ഐഡൻറ്റിറ്റി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ വിക്ടിമിൻ്റെ പേഴ്സണൽ പ്രൊഫഷണൽ ഇമേജ് ഡാമേജ് വരും, ലീഗൽ ഇഷ്യൂസ് വരും. വിക്ടിം മേ ഹാവ് പ്രൂവ് ദേ വെയർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ ഫ്രോഡ്. ഈ വിക്ടിം പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഫ്രോഡ് താനല്ല ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇനി പ്രിവെൻഷൻ മെഷേഴ്സ് എന്തൊക്കെയാണ്? ഇത് തടയുന്നതിന് വേണ്ടി സെക്യൂർ ആയിട്ടുള്ള വെബ്സൈറ്റ് മാത്രം യൂസ് ചെയ്യുക. HTTPS എന്നുള്ള വെബ്സൈറ്റ് മാത്രം യൂസ് ചെയ്യുക. അവോയ്ഡ് സ്ട്രോങ് സെൻസിറ്റീവ് ഓൺലൈൻ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ ഷോപ്പിംഗ് സൈറ്റ്സിലൊന്നും നൽകാതിരിക്കുക. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. റെക്കഗ്നൈസ് ഫിഷിംഗ് സ്കാംസ്, യൂസ് സ്ട്രോങ് പാസ്വേഡ്, മോണിറ്റർ അക്കൗണ്ട്സ്. The ensure security IT system must balance identification, authentication, authorization. Key security principle in IT to ensure security, IT system must balance. എന്തൊക്കെ ചെയ്യണം? നമ്മുടെ സെക്യൂരിറ്റി ഉറപ്പുവരുന്ന IT സിസ്റ്റം കറക്റ്റ് ബാലൻസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ. യൂസർ ക്ലെയിം ദ ഐഡൻറ്റി ത്രൂ ദ യൂണീക്ക് ഐഡൻറ്റിറ്റീസ്. യൂണീക്ക് ഐഡൻറ്റിഫൈസ് നൽകിയിട്ട് അവരുടെ ഐഡൻറ്റിറ്റി ഉറപ്പുവരുത്തണം. എക്സാമ്പിൾ യൂസർ നെയിം പോലുള്ളത്. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെരിഫൈ യൂസേഴ്സ് ഐഡൻറ്റിറ്റി വിത്ത് ക്രെഡൻഷ്യൽ. എന്താണ് പാസ്വേഡ്, ബയോമെട്രിക്സ് മുതലായവയിലൂടെ അവരുടെ എന്താണ് ഐഡൻറ്റിറ്റി ഉറപ്പുവരുത്തുക. പിന്നെ ഓതറൈസേഷൻ. അതിനുശേഷം ഡിറ്റർമിൻ വാട്ട് യൂസർ അലൗഡ് ടു ആഫ്റ്റർ ഓതൻറ്റിക്കേഷൻ ശേഷം അവർക്ക് അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യം എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യുക ബേസ്ഡ് ഓൺ ദ റോൾ ആൻഡ് പെർമിഷൻ. അവരുടെ റോൾ പെർമിഷൻ അനുസരിച്ചിട്ട്. 6 എസെൻഷ്യൽ സെക്യൂരിറ്റി ആക്ഷൻ ബിസിനസ് ഓർഗനൈസേഷനിൽ എടുക്കേണ്ട 6 എസെൻഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്? സൈബർ ത്രെറ്റ്സിനെതിരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അവരെടുക്കേണ്ട ഫയർവാൾ, ആക്ട് എ ബാരിയർ പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ആക്സസ്. ഫയർവാൾ ഒരു ബാരിയറായിട്ട് പ്രവർത്തിക്കുകയാണ് അൺഓതറൈസ്ഡ് ആക്സസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, ഡിറ്റക്ട് റിമൂവ് മാൽവെയർ, യൂസ് കോംപ്ലക്സ് പാസ്വേഡ്, റെഗുലർ ബാക്കപ്പ് നടത്തുക, പെനട്രേഷൻ ടെസ്റ്റിംഗ്, അതുപോലെ എംപ്ലോയീസിനെ സ്റ്റാഫ്സിനെ നമ്മൾ അവരെ അവെയർ ആക്കി വിടുക. സെക്യൂരിറ്റി റിസ്ക് ലൈക്ക് ഫിഷിംഗ് ആൻഡ് പാസ്വേഡ് മാനേജ്മെൻറ്റ്. സ്റ്റെപ്സ് ടു സെക്യൂർ ബിസിനസ് ഡാറ്റ ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? ബിസിനസ് ഡാറ്റ സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്സ്. ഇംപ്ലിമെൻറ്റ് ആക്സസ് കൺട്രോൾ. സെൻസിറ്റീവ് ഡാറ്റ പോലുള്ളത് ആക്സസ് ചെയ്യുന്നത് ആൾക്കാർ അതിന് ലിമിറ്റ് ആക്സസ് ടു സെൻസിറ്റീവ് ഡാറ്റയിലേക്ക് ആക്സസ് ലിമിറ്റ് ചെയ്യുക. ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ നടത്തുക. എൻക്രിപ്റ്റ് സെൻസിറ്റീവ് ഡാറ്റ. സേഫ് ഗാർഡ് ക്രെഡൻഷ്യൽ. സെക്യൂർ കീ മാനേജ്മെൻറ്റ് ആൻഡ് MFA. റെഗുലർ ബാക്കപ്പ്സ് നടത്തുക. മോണിറ്റർ ഡാറ്റ ആക്സസ് നടത്തുക. എംപ്ലോയി എഡ്യൂക്കേഷൻ നടത്തുക. ഫിസിക്കൽ സെക്യൂരിറ്റി. പ്രൊട്ടക്ട് ഫിസിക്കൽ ഡിവൈസസ് ഫ്രം തെഫ്റ്റ്. ഇനി ക്യാപ്ച ആൻഡ് വൺ ടൈം പാസ്വേഡ്. ക്യാപ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഫോംസ് ആർ ഫിൽഡ് ബൈ ദ
ഫിൽഡ് ഔട്ട് ബൈ ഹ്യൂമൻ നോട്ട് ബോട്ട്സ്. ബോട്ട്സ് അല്ല, ഹ്യൂമൻസ് ആണ് ഇത് ഫിൽ ഔട്ട് ചെയ്തെന്ന് ഉറപ്പുവരുന്നതിന് വേണ്ടിയാണ് വെബ്സൈറ്റുകൾ ക്യാപ്ചർ യൂസ് ചെയ്യുന്നത്. അത് എന്തൊക്കെ ടൈപ്പ് ടെക്സ്റ്റ് ബേസ്ഡ്, ഇമേജ് ബേസ്ഡ്, ഓഡിയോ ബേസ്ഡ്, മാത്തമാറ്റിക്കൽ ക്യാപ്ചർ ഉണ്ട്. കോമൺ നമ്മൾ രജിസ്ട്രേഷൻ ഫോമും ഓൺലൈൻ സർവേ നടത്തുമ്പോഴാണ് മോസ്റ്റ്ലി ക്യാപ്ചർ കാണാം. ഒ ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്വേഡ് യൂസ്ഡ് വൺസ് പ്രൊവൈഡ് എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റി. അതിനുവേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ SMS ഇമെയിലോ വഴി നമ്മൾക്ക് ഒ ടി പി വരുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് പ്രിവെൻറ്റ് reuse of old password and add security to logins and transactions. Next, Unit 7, Internet Service and Email Configuration. Internet is a vast global network that connects millions of devices. നമ്മൾ ഗ്ലോബലിലുള്ള എല്ലാ ഡിവൈസുകളെയും കണക്ട് ചെയ്യുന്ന ഒന്നാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഈസി കമ്മ്യൂണിക്കേഷൻ, സർവീസ് ലൈക്ക് ഇമെയിൽ, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആൻഡ് വീഡിയോ കോൾസ് അലോ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ. വേൾഡ് വൈഡ് നമ്മൾക്ക് ഇൻസ്റ്റൻറ്റ് മെസ്സേജ് അയക്കാനും ഇമെയിൽ അയക്കാനും വീഡിയോ കോൾ ചെയ്യാനൊക്കെ ഇൻ്റർനെറ്റ് വഴി സാധിക്കുന്നു. 24/7 അവൈലബിലിറ്റിയാണ്, ഇൻഫർമേഷൻ ആക്സസ് ആണ്. ഇൻ്റർനെറ്റ് സഹായത്തോടെ നമുക്ക് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇ-കൊമേഴ്സ്, ഇറ്റ് ഹാസ് റെവല്യൂഷൻ. ഇ-കൊമേഴ്സ് ഇൻ്റർനെറ്റിൻ്റെ കടന്നതോടുകൂടിയാണ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ പ്രസൻറ്റായി ഫ്ലറിഷ് ചെയ്തത്. ഓൺലൈൻ ഷോപ്പിംഗ്, ഡിജിറ്റൽ പേയ്മെൻറ്റ്, ഇ ബിസിനസ് സൊല്യൂഷൻസ് ഒക്കെ കൊണ്ടുവന്നു. അതർ സർവീസ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ഓഫർ സർവീസ് ലൈക്ക് ഓൺലൈൻ ബാങ്കിങ്, ടിക്കറ്റ് ബുക്കിംഗ്, ജോബ് സെർച്ച്, എഡ്യൂക്കേഷൻ കൗൺസിലിംഗ്, ഇതൊക്കെ ഇൻ്റർനെറ്റിൻ്റെ വരവോട് കൂടി വന്നതാണ്. ഇനി ഇൻ്റർനെറ്റ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ഇൻ്റർനെറ്റ് ഓപ്പറേറ്റ്സ് യൂസിങ് സിസ്റ്റം ഓൺ പാക്കറ്റ് റൂട്ടിംഗ്. പാക്കറ്റ് റൂട്ടിംഗ് എന്നുള്ള സിസ്റ്റമാണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. വിച്ച് ഈസ് ഇൻവോൾവ് ഡിവൈഡിങ് ഇൻറ്റു സ്മോൾ പാക്കറ്റ്സ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ദം അക്രോസ് ദ നെറ്റ്വർക്ക്. അതിനെ സ്മോൾ പാക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് നെറ്റ്വർക്ക് പാക്കറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് ദം അക്രോസ് ദ നെറ്റ്വർക്കാണ്. പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസാണ്. എങ്ങനെയാണ് ഡിവൈസുമായിട്ട് ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് ഓവർ നെറ്റ്വർക്കിൽ എങ്ങനെയാണ് ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സെറ്റ് ഓഫ് റൂൾസാണ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ. പാക്കറ്റ് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്പ്ലിറ്റ് ഇൻറ്റു പാക്കറ്റ്സ്. ഡാറ്റനെ സ്പ്ലിറ്റ് ഇൻറ്റു പാക്കറ്റ് ട്രാൻസ്മിറ്റ് അക്രോസ് നെറ്റ്വർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ആൻഡ് റീഅസംബിൾഡ് അറ്റ് ദ ഡെസ്റ്റിനേഷൻ. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ IP എന്ന് പറഞ്ഞാൽ അഡ്രസ് ആൻഡ് റൂട്ട്സ് പാക്കറ്റ്സ് ഫ്രം സെൻഡർ ടു ദ റിസീവർ ആണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ എൻഷുർ എ റിലയബിൾ പാക്കറ്റ് ഡെലിവറി ഇൻക്ലൂഡിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ലോഡ്സ് പാക്കറ്റ്സ്. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അറിഞ്ഞു വെച്ചാൽ മതി. ടൈപ്പ് ഓഫ് ഇൻ്റർ സർവീസ് നോക്കാം. ഇമെയിൽ ഉണ്ട്, ഫാസ്റ്റ് വൈഡ് യൂസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടൂൾ, സെൻഡിങ് റിസീവിങ് മെസ്സേജ്. ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് എന്താണെന്നോ പറയുക, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എഴുതുക. പിന്നീട് പ്രോട്ടോക്കോൾ ഇതൊക്കെ അറിയാതെ എഴുതിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് ഇൻ്റർനെറ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ എഴുതിയാൽ മതിയാവും. ഇമെയിൽ വേൾഡ് വൈഡ് വെബ് WWW കളക്ഷൻ ഓഫ് ഇൻ്റർലിങ്ക്ഡ് ഡോക്യുമെൻറ്റ്സ് ആണ്. ആക്സസിബിൾ വെബ് ബ്രൗസറാണ്. വെബ് സർവീസസ് അലോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവർ ആപ്ലിക്കേഷൻ ഫെസിലിറ്റി ഡാറ്റ എക്സ്ചേഞ്ച്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ചിങ് ഫയൽ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ്, ചാറ്റ് റൂംസ്, മെയിലിംഗ് ലിസ്റ്റ്, ന്യൂസ് ഗ്രൂപ്പ്. ഇത് ടൈപ്പ് ഓഫ് ഇൻ്റർനെറ്റ് സർവീസസിൽ ഇത് എഴുതി വെക്കുക. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എഴുതി വെക്കുക. ഇൻ്റർനെറ്റ് എന്താണെന്ന് എഴുതി വെക്കുക. ഇമെയിൽ ആൻഡ് ഇറ്റ്സ് കോൺഫിഗറേഷൻ. ഇമെയിൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് കമ്മ്യൂണിക്കേഷൻ ഓൺലൈൻ ഇൻട്രൊഡ്യൂസ്. 1960 മോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡായിരുന്നു ഇമെയിൽ എന്ന് പറയുന്നത്. അത് മൂന്ന് പ്രധാനപ്പെട്ട പ്രോട്ടോക്കോൾസാണ് യൂസ് ചെയ്യുന്നത്. SMTP, IMAP, POP3. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ SMTP യൂസ്ഡ് ഇൻ സെൻഡിങ് ഇമെയിൽസ് ഫ്രം ദി ക്ലയൻറ്റ് ടു മെയിൽ സെർവർ ആണ്. IMAP എന്ന ഇൻ്റർ ടു മെയിൽ ആക്സസ് കൺട്രോൾ അലോ യൂസർ ടു retrieve and manage email from server with the email remaining on the server. POP3 Post Office Protocol version 3. Download email to the local device and remove them from the server. അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ചോദിക്കാറുണ്ട് എന്നതിനാലും web browser your gateway to the internet. A web browser is essential for accessing the internet. Internet ആക്സസ് ചെയ്യുന്നതിന് ഒരു വെബ് ബ്രൗസർ അത്യാവശ്യമാണ്. ഇറ്റ് അലോസ് യൂസേഴ്സ് ടു വിസിറ്റ് വെബ്സൈറ്റ്, ഇൻട്രാക്ട് വിത്ത് കണ്ടൻറ്റ്. ഇത് നമ്മൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യും, ആ കണ്ടൻറ്റ് നമ്മൾക്ക് കാണാനും അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഈ മൾട്ടിമീഡിയ വ്യൂ ചെയ്യുന്നതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സം പോപ്പുലർ ബ്രൗസേഴ്സ് നോക്കാം. ആപ്പിൾ സഫാരി, മൊസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഒപ്പേറ. വേൾഡ് വൈഡ് വെബ് WWW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിസ്റ്റം ഇൻ്റർലിങ്ക്ഡ് ഡോക്യുമെൻ്റ് ആണ്.
ഇൻ്റർലിങ്ക്ഡ് ഡോക്യുമെൻ്റ് ആണ് അഥവാ വെബ് പേജസ് ആൻഡ് റിസോഴ്സസ് ആക്സസിബിൾ വിയ ദ ഇൻ്റർനെറ്റ്. ഇതിൻ്റെ റിസോഴ്സ് നമുക്ക് ഇൻ്റർനെറ്റ് വഴിയാണ് ആക്സസിബിൾ ആവുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ യൂസ് ട്രാൻസ്ഫർ ഡാറ്റ അക്രോസ് വെബ് ബ്രൗസർ ഇൻ്റർപ്രറ്റ് ആൻഡ് ഡിസ്പ്ലേ വെബ് കണ്ടന്റ് ഇൻ്റർപ്രറ്റയും ഡിസ്പ്ലേയും ചെയ്യുന്നു. വെബ് പേജസ് ആർ ക്രിയേറ്റഡ് യൂസിങ് HTML ആൻഡ് കണ്ടെയ്ൻ ടെക്സ്റ്റ്. എന്തൊക്കെ ഉണ്ടാവും? ടെക്സ്റ്റ്, ഇമേജ് ആൻഡ് ലിങ്ക് ടു അതർ റിസോഴ്സസ്. അഥവാ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റ് എന്ന് പറഞ്ഞാൽ URL എന്ന് പറഞ്ഞാൽ URL ഇസ് ദ അഡ്രസ് ഓഫ് ദ വെബ് റിസോഴ്സിൻ്റെ അഡ്രസ്സാണ്. അതിലെന്തൊക്കെ ഇൻക്ലൂഡാണ്? പ്രോട്ടോകോൾ. അതിൻ്റെ ഈ എക്സാമ്പിൾ HTTP / or HTTPS എന്ന് പറയുന്നത് സെർവർ നെയിം ഓർ ഹോസ്റ്റ് നെയിം. ഐഡൻറ്റിഫൈ ദ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നതാണ് ഒരു വെബ്സൈറ്റിൻ്റെ നെയിം. എക്സാമ്പിൾ www.ignuaccount.ac.in. പാത്ത് ഡയറക്ടറി ടു ഫയൽ. സ്പെസിഫൈ ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ഫയൽ ഓർ പേജ്. എവിടെയാണ് അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ഫയലോ പേജ് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂസർ ഫയൽ /contacts-2019 PDF എന്നുള്ളത് എക്സാമ്പിൾ ഓഫ് URL കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി പ്രോട്ടോകോൾ ഡൊമൈൻ ഇങ്ങനെയാണ് വരിക. പാത്ത് ഡൊമൈൻ നെയിം ആൻഡ് ദിയർ സ്ട്രക്ചർ. ഡൊമൈൻ ഈസ് എ പാർട്ട് ഓഫ് URL ദാറ്റ് ഐഡൻറ്റിഫൈസ് ദ വെബ്സൈറ്റ്. URLൻ്റെ ഒരു ഭാഗമാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. വെബ്സൈറ്റിനെ ഐഡൻറ്റിഫൈ ആണ്. ഇറ്റ് കൺസിസ്റ്റ് ടു മെയിൻ കോമ്പണൻറ്റ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വെബ്സൈറ്റ് നെയിം, ഡൊമൈൻ സഫിക്സ്. ദ സ്പെസിഫിക് നെയിം ഓഫ് ദ വെബ്സൈറ്റ് ലൈക്ക് ഫേസ്ബുക്ക് facebook.com ഫേസ്ബുക്ക് എന്നുള്ള വെബ്സൈറ്റ് നെയിം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഡൊമൈൻ സഫിക്സ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം അതിൻ്റെ എൻഡിൽ വരുന്നത്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ലൊക്കേഷൻ ഓഫ് ദ വെബ്സൈറ്റ്. എക്സാമ്പിൾ .com .edu .gov എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഡൊമൈൻ നെയിം നമുക്ക് നോക്കാം. ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അഥവാ ദ ഹൈസ്റ്റ് ലെവൽ ഡൊമൈൻ ഹൈറാർക്കി. എക്സാമ്പിൾ .com org gov in. കൺട്രി കോഡ് വരുന്നുണ്ട്. അത് എക്സാമ്പിൾ UKൻ്റെത് Iൻ്റെത് ഇന്ത്യൻ്റെ IN ആണ്. സെക്കൻഡ് ലെവൽ ഡൊമൈൻ SLD എന്ന് പറഞ്ഞാൽ സിറ്റ്സ് ജസ്റ്റ് ബിലോ ദ TDL ആൻഡ് റെപ്രസെൻറ്റ് എ സ്പെസിഫിക് ഓർഗനൈസേഷൻ. എക്സാമ്പിൾ ignu.ac.in. GLTD ജനറിക് TLD എന്ന് പറഞ്ഞാൽ യൂസ്ഡ് സ്പെസിഫിക് പർപ്പസ് സച്ച് ആസ് .com കൊമേഴ്ഷ്യൽ ആൻഡ് .com. എഡ്യൂക്കേഷൻ ആണെങ്കിൽ EDU എന്ന് വരുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് പ്ലാസ്റ്റിക് മണി ഇവോൾവ് ആൻഡ് ഓൺലൈൻ പേയ്മെൻറ്റ്. പ്ലാസ്റ്റിക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡാണ് സച്ച് ആസ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ആൻഡ് സ്മാർട്ട് കാർഡ്സ്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വെച്ച് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. അതാണ് നമുക്ക് എന്താണ് ക്യാഷിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഗ്രോത്താണ് പറയുന്നത് ആവശ്യമില്ല. യൂസേജ് ഓഫ് പ്ലാസ്റ്റിക് മണി. ഗ്രോസറീസ് നമ്മൾ യൂസ് ഫ്യൂവൽ സ്റ്റേഷൻ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന, ഡൈനിങ്ങിന് പോയിക്കാൻ, ഓൺലൈൻ ഷോപ്പിങ്ങിന്, ഇലക്ട്രിസിറ്റി ബിൽസ്, മൊബൈൽ, ഗ്യാസ് ഇതൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്നതിന്, ATM വിഡ്രോവൽസിന്, ട്രാവലിന്, ട്രാൻസ്പോർട്ടേഷന്, അഗ്രികൾച്ചർ പേയ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. വാളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ വാളറ്റാണ്. ഓൺലൈനായിട്ട് നമ്മൾ മണി സ്റ്റോർ ചെയ്തുകൊണ്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടർ വഴി നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നതാണ്. അഡ്വാൻറ്റേജ് എന്ന കൺവീനിയൻസ് ആൻഡ് എലിമിനേറ്റ് നീഡ് ഓഫ് ദ ഫിസിക്കൽ ക്യാഷ് ഓർ കാർഡ്സോ ഫിസിക്കൽ കാർഡോ ക്യാഷോ ആവശ്യം വരുന്നില്ല. സെക്യൂർഡ് ആണ്. എൻക്രിപ്ഷൻ ഉണ്ട്. യൂസ് എൻക്രിപ്ഷൻ, 2-factor authentication to enhance safety. Preloaded funds can be preloaded and used in future transaction. ക്വിക്ക് പേയ്മെൻ്റ് ആണ്. പോപ്പുലർ വാലറ്റ് ഇൻ ഇന്ത്യ ഏതൊക്കെയാണ്? പേടിഎം, ഫോൺപേ, ഗൂഗിൾ പേ. അഡ്വാൻറ്റേജ് ഓഫ് നോ ഫിസിക്കൽ പ്രസൻസ് നീഡഡ്. മൊബൈൽ പേയ്മെൻ്റ് ആണ്. സെക്യൂർഡ് ആണ്. പ്രധാനപ്പെട്ട ഒന്നുമില്ല. ഈ പേയ്മെൻറ്റ് സിസ്റ്റം ഇൻ കൊമേഴ്സ് ഈ പേയ്മെൻറ്റ് വന്നതോടെയാണ് കൊമേഴ്സ് കുറച്ചുകൂടെ എന്താണ് ജനകീയമായത്. ഈ പേയ്മെൻറ്റ് സിസ്റ്റം എനേബിൾസ് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ വിത്തൗട്ട് ദ യൂസ് ഓഫ് ക്യാഷ് ഓർ ചെക്സ്. ദീസ് സിസ്റ്റം ഹാവ് റിലേഷൻ ടു കൊമേഴ്സ്. കോമൺ QR കോഡ് ആയാലും ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് ബൈ സ്കാനിങ്. QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്തുന്ന UPI യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. മണി ട്രാൻസ്ഫർ വിയ വിർച്വൽ അഡ്രസ് മേക്കിംഗ് ഈസി ടു സെൻഡ് മണി. ഡിജിറ്റൽ വാലറ്റ് പ്ലാറ്റ്ഫോം ലൈക്ക് പേടിഎം, ഗൂഗിൾ പേ. USSD എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് വിയ ഫീച്ചേഴ്സ് ഫോൺ ഈവൻ വിത്തൗട്ട് ഇൻ്റർനെറ്റ് ആക്സസ്. ഇൻ്റർനെറ്റ് ആക്സസ് ഇല്ലാതെ തന്നെ ഫോൺ വെച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന മൊബൈൽ മണി ട്രാൻസ്ഫർ സർവീസ് യൂസിങ് മൊബൈൽ ഫോൺസ്. ഇനി ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്വിക്ക്, ഈസി ആൻഡ് സെക്യൂർ ട്രാൻസാക്ഷൻ ആണ്. പോപ്പുലർ സിസ്റ്റം ഫോർ ട്രാൻസ്ഫറിങ് മണി ഇൻക്ലൂഡ് NEFT, RTGS ആൻഡ് IMPS. ഇത് BSU 7184 ചോദിക്കാറുണ്ട്. മൊബൈൽ വാലറ്റ് പേയ്മെൻറ്റ് ആൻഡ് കാർഡ് നെറ്റ്വർക്ക്സ്. മൊബൈൽ വാലറ്റ്സ് ആർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ദാറ്റ് എനേബിൾ പേയ്മെൻറ്റ് വിയ മൊബൈൽ ഡിവൈസ് സച്ച് ആസ് സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റോ സ്മാർട്ട് ഫോണോ യൂസ് ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നതാണ്. കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് എൻഷുർ സെക്യൂരിറ്റി ഓഫ് ട്രാൻസാക്ഷൻ. യൂസർ ഇൻ്റർഫേസ് ആണ്. ഇത്രയൊക്കെയുള്ളൂ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്.
ടൈപ്പ് ഓഫ് മൊബൈൽ വാളറ്റ് ഓപ്പൺ വാളറ്റ് ഉണ്ട്, സെമി ക്ലോസ്ഡ് വാളറ്റ്. ഓപ്പൺ വാളറ്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ബാങ്ക് അലോയിങ് പേയ്മെൻറ്റ് ക്യാഷ് വിത്ഡ്രോൾസ്. ബാങ്ക് അലോ ചെയ്യാണ് പേയ്മെൻറ്റും ക്യാഷ് വിത്ഡ്രോൾസും ലൈക്ക് ഗൂഗിൾ പേ. സെമി ക്ലോസ്ഡ് വാളറ്റ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ് അറ്റ് സെലക്റ്റഡ് മെർച്ചൻറ്റിന് മാത്രമേ ഈ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബട്ട് ക്യാഷ് വിത്ഡ്രോൾ ആർ നോട്ട് അലൗഡ്. ക്യാഷ് വിത്ഡ്രോൾ സാധിക്കുകയില്ല. എക്സാമ്പിൾ പേടിഎം, ആമസോൺ പേ. ക്ലോസ്ഡ് വാളറ്റ് മെർച്ചൻറ്റ് സ്പെസിഫൈ വാളറ്റ് ദാറ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് വിത്തിൻ ദ മെർച്ചൻറ്റ്സ് എക്കോസിസ്റ്റം. ആ മെർച്ചൻറ്റിന് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മെർച്ചൻറ്റിൻ്റെ അടുത്ത് മാത്രമേ അത്തരത്തിലുള്ള വാളറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ മേക്ക് മൈ ട്രിപ്പ്, മൈ വാളറ്റ്. കൺസ്യൂമർ അഡോപ്ഷൻ ഓഫ് മൊബൈൽ വാളറ്റ് എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ആൾക്കാർ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയത്, അത് ഏറ്റെടുത്ത് തുടങ്ങിയത്. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഏർലി അപ്ഡേറ്റ് ഹു ആർ യൂഷ്വലി ടെക് സേർവ് ചെയ്യാൻ യങ്. ഇത് എന്താണ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് പറയുന്നില്ല. Effect of demonetization on digital payment. Demonetization policies in November 1960 played a significant role in promoting digital payment system in India. Demonetization in November 2016 ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് ഒരു പ്രധാന റോൾ വഹിച്ചിട്ടുണ്ട്. ഇമ്പാക്റ്റ് ഷിഫ്റ്റ് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് ഗവൺമെൻറ് വഴി ഇവിടെ ട്രാൻസാക്ഷൻ ഫീസ് ഓൺ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആൻഡ് എൻകറേജ് ഈ വാളറ്റ് യൂസ്, ഇൻക്രീസ് വാളറ്റ് യൂസസ്, പേടിഎം ഇതൊക്കെ റൈസ് ഡിജിറ്റൽ പേയ്മെൻറ്റ് അതൊക്കെ. സക്സസ് സ്റ്റോറി ഓഫ് വാളറ്റ് പോസ്റ്റ് ഡിമോണിറ്റൈസേഷൻ അതിൽ നിർബന്ധമുള്ള കാര്യമല്ല. നെക്സ്റ്റ് ബേസിക്സ് ഓഫ് വേർഡ് പ്രോസസ്സിങ്. വേർഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ്, എഡിറ്റിംഗ്, ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ സോഫ്റ്റ്വെയർ ലൈക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് പോലത്തുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് ടെക്സ്റ്റ് ക്രിയേറ്റിങ്ങും ഡോക്യുമെൻറ്റ്സ് എഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്, ടൈപ്പ് ചെയ്യാൻ, ചേഞ്ച് ചെയ്യാൻ, ഇമ്പ്രൂവ് ഡോക്യുമെൻറ്റ്സ് ഈസി ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഡ്വാൻറ്റേജസ് ഈസി എഡിറ്റേഴ്സ്, നമുക്ക് എന്ത് ചെയ്യാം, എനി ടൈം നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുത്താം, ഡിലീറ്റ് ചെയ്യാം. ഫ്ലെക്സിബിളാണ്, ബെറ്റർ ഫോർമാറ്റിംഗ് ആണ്. ബേസിക് ഫങ്ഷൻസ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ് ടെക്സ്റ്റ് എഡിറ്റിംഗ് ആണ്. ആഡ്, ഡിലീറ്റ്, ചേഞ്ച് ടെക്സ്റ്റ് ആൻഡ് സ്പെൽ ചെക്ക് ഉണ്ടാവും. ടേബിൾ ആൻഡ് ഗ്രാഫിക്സ് ആഡ് ചെയ്യാൻ സാധിക്കും. മെയിൽ മെർജ്, ക്രിയേറ്റിംഗ് മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ്. ഇനി പോപ്പുലർ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, നമ്മൾ ഗ്ലോബലിയുള്ള പോപ്പുലർ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ വേർഡ് സ്റ്റാർ, അതുപോലെ MS വേർഡ്, വേർഡ് പെർഫെക്റ്റ്, ഗൂഗിൾ ഡോക്സ്. MS വേർഡിൻ്റെ ഫീച്ചേഴ്സ് ഡോക്യുമെൻറ്റ് ക്രിയേഷൻ ഉണ്ട്, സ്റ്റാർട്ട് എ ന്യൂ ഡോക്യുമെൻറ്റ് ആൻഡ് സേവ് ഇറ്റ്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്, ചേഞ്ച് ഫോണ്ട്, സൈസ്, കളർ, ഇതൊക്കെ അതിനകത്തുണ്ട്. ഓട്ടോ കറക്ഷൻ ഉണ്ട്, ടേബിൾ ആൻഡ് ഗ്രാഫിക്സ് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. മെയിൽ മെർജ് ഉണ്ട്, മാക്രോസ്, ഓട്ടോമേറ്റ് റിപ്പീറ്റേറ്റീവ് ടാസ്ക് ഉണ്ട്. എങ്ങനെയാണ് MS വേർഡ് ഓപ്പൺ ചെയ്യുക? ഓപ്പൺ MS വേർഡ്, ക്ലിക്ക് സ്റ്റാർട്ട് ബട്ടൺ, ഫൈൻഡ് MS വേർഡ് ഇൻ ദ ലിസ്റ്റ് ആൻഡ് ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. കീ ഫീച്ചേഴ്സ് ഓഫ് MS വേർഡ് 2000 റിബൺ, മെയിൻ ടൂൾ ഏരിയ വിത്ത് ടാബ്സ് ഫോർ കമാൻഡ്സ്, ടൈറ്റിൽ ബാർ ഉണ്ട്, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്, സ്റ്റാറ്റസ് ബാർ ഉണ്ട്, ഫയൽ ടാബ് ഉണ്ട്. മെയിൻ ടാബ്സ് ഇൻ MS വേർഡ് എന്നാൽ ഫയൽ ടാബ്, അതിനകത്തുള്ള സേവ്, ഓപ്പൺ, പ്രിൻറ്റ് ഡോക്യുമെൻറ്റ്. ഇൻസെർട്ട് ടാബിൽ ആഡ് ഇമേജ്, ടേബിൾ, ഷേപ്പ്, ചാർട്ട്. പേജ് ലേഔട്ട് ടാബിൽ സെറ്റ് പേജ് സൈസ്, മാർജിൻ, ലേഔട്ട്. പ്രിഫറൻസ് ടാബിൽ ആഡ്, സിറ്റേഷൻ, ഫുട് നോട്ട്, ടേബിൾ കണ്ടൻറ്റ്. റിവ്യൂ ടാബിൽ ചെക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, ട്രാക്ക് ചേഞ്ചസ്. വ്യൂ ടാബിൽ ചേഞ്ച് ഹൗ യു വ്യൂ ദ ഡോക്യുമെൻറ്റ്. സൂം, സ്പ്ലിറ്റ്, വിൻഡോ, ഇതൊക്കെയാണ്. ക്രിയേറ്റിംഗ് ആൻഡ് സേവിങ് ഡോക്യുമെൻറ്റ്, സേവ് യുവർ വർക്ക് റെഗുലർലി യൂസിങ് സേവ് ആൻഡ് സേവ് ആസ് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വർക്ക് സേവ് ചെയ്യാം. ഇഫ് യൂസിങ് ആൻ ഓൾഡർ വേർഷൻ ഓഫ് വേർഡ്, സേവ് ഇൻ കമ്പാറ്റബിലിറ്റി മോഡ് ടു അവോയ്ഡ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എങ്ങനെയാണ് സേവ് ചെയ്യുന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. യൂണിറ്റ് 10 വർക്കിംഗ് വിത്ത് വേർഡ് പ്രോസസ്സുമായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഫയൽ മാനേജ്മെൻറ്റ് MS വേർഡിൽ ക്രിയേറ്റിംഗ് ഡോക്യുമെൻറ്റ് സ്റ്റെപ്പ്, ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻറ്റ് ആൻഡ് ഗോ ടു ഫയൽ ടാബ് ആൻഡ് ക്ലിക്ക് ന്യൂ. ഫയൽ ടാബിൽ പോയിട്ട് ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക, ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ഓപ്പൺ ആയി വരും. ഓപ്പൺ എക്സിസ്റ്റിംഗ് ഫയൽ, സ്റ്റെപ്പ് ടു ഓപ്പൺ ഫയൽ ടാബിൽ ഓപ്പൺ നടിക്കുക, അപ്പോൾ ഇത് ഓപ്പൺ ആയി വരും. സേവ് ഡോക്യുമെൻറ്റ്, ക്ലിക്ക് ഫയൽ, സേവ് ഓർ Ctrl+S ആണ്. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ക്ലിക്ക് സേവ് ബട്ടൺ. അതുപോലെ സേവ് ആസ് എന്നുള്ളത് ഓർ സേവ് എ കോപ്പി എന്നുള്ളത്, സേവ് ആസ് ഓർ സേവ് എ കോപ്പി, ഫയൽ പോയി സേവ് ആസ് നടിക്കുക. ഓട്ടോ സേവ് എനേബിൾ, ഓട്ടോ സേവ്, ക്ലിക്ക് ഫയൽ, ഓപ്ഷൻ സേവ്. ഇൻ ഫയൽ ടാബ് വിത്തൗട്ട് റീസെൻറ്റ് ഓപ്ഷൻ, വ്യൂ റീസെൻറ്റ് ഡോക്യുമെൻറ്റ്, ഗോ ടു ഫയൽ, റീസെൻറ്റ് ടു ക്വിക്കിൽ ആക്സസ് റീസെൻ്റ്ലി ഓപ്പൺഡ് ഫയൽസ്.
യൂസ് റിക്കവറി അൺസേവ് ഡോക്യുമെൻറ്റ്, സേവ് ആൻഡ് എക്സിറ്റ്, സ്റ്റെപ്പ് എക്സിറ്റ്, ക്ലിക്ക് ഫയൽ പോകുക, എക്സിറ്റ് അടിക്കുക. ഇഫ് ദർ ഇസ് അൺസേവ്ഡ് ചേഞ്ചസ് വേർഡ് വിൽ ആസ്ക് ഇഫ് യു വാണ്ട്, നമ്മൾ സേവ് ചെയ്തിട്ടുള്ളതിനെ ഒന്നുകൊണ്ട് നമ്മൾ വേർഡ് ചോദിക്കും സേവ് ചെയ്യണമെന്ന്. അപ്പോൾ ഡോണ്ട് സേവ് ഓർ ക്യാൻസൽ. പ്രിൻറ്റിന് പ്രിൻറ്റ് പ്രിവ്യൂ ആൻഡ് പ്രിൻറ്റിങ്, പ്രിൻറ്റ് റിവ്യൂ, ക്ലിക്ക് ഫയൽ, പ്രിൻറ്റ് എങ്ങനെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ് പ്രിൻറ്റ് ചെയ്ത് വന്നാൽ എങ്ങനെ ഉണ്ടാകും നമുക്ക് കാണാൻ സാധിക്കും. പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് യുവർ പ്രിൻറ്റർ ആൻഡ് ക്ലിക്ക് പ്രിൻറ്റ്. എൻറ്ററിങ് ആൻഡ് എഡിറ്റിംഗ് ടെക്സ്റ്റ്, സ്റ്റാർട്ട് ടൈപ്പിംഗ് ആൻഡ് ഇൻസേർട്ട് പോയിന്റ്, മൂവ് ആസ് യു ടൈപ്പ് ആൻഡ് ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത്ര തന്നെ. എഡിറ്റ് ടെക്സ്റ്റ്, സെലക്ട് ടെക്സ്റ്റ്, സെലക്ട് ചെയ്യാൻ വേണ്ടി കൺട്രോൾ+A അടിക്കാം. അൺഡു അടിക്കാൻ വേണ്ടി കൺട്രോൾ+Z, റീഡു അടിക്കാൻ വേണ്ടി കൺട്രോൾ+Y, കോപ്പിങ് ടെക്സ്റ്റ് കൺട്രോൾ+C, പേസ്റ്റ് ചെയ്യാൻ കൺട്രോൾ+V, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് കൺട്രോൾ+F ആണ്, അല്ലെങ്കിൽ ഹോം ഫൈൻഡ് സെർച്ച് ചെയ്ത ടെക്സ്റ്റ്. പിന്നെ ക്യാരക്ടർ ഫോർമാറ്റിംഗ് ഇൻ MS വേർഡ്, ഫോണ്ട് കസ്റ്റമൈസേഷൻ യൂസ് കൺട്രോൾ+D, അല്ലെങ്കിൽ ഹോം ടാബ് പോയിട്ട് ഫോണ്ട് ഗ്രൂപ്പ് എടുക്കുക. ചേഞ്ച് ഫോണ്ട്, സെലക്ട് ഫോണ്ട് ടൈപ്പ്, ഏരിയലാണോ ഏത് ടൈപ്പ് ഫോണ്ട് വേണമെന്ന് സെലക്ട് ചെയ്യുക. ഫോണ്ട് സൈസ്, ഫോണ്ട് കളർ ചൂസ് ചെയ്യാം. സ്റ്റൈല് ബോൾഡ് വേണം കൺട്രോൾ+B, ഇറ്റാലിക് വേണം കൺട്രോൾ+I, അണ്ടർലൈൻ വേണം കൺട്രോൾ+U. In advanced formatting, subscript control+= superscript control+shift+equal, text above the line, example exponents, text below the line, chemical formulas. കെമിക്കൽ ഫോർമുലാസിനാണ് ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. ലൈൻ സ്പേസിംഗ്, സിംഗിൾ സ്പേസിംഗ് ടെക്സ്റ്റ് വിത്ത് മിനിമൽ സ്പേസ്, ഡബിൾ സ്പേസിംഗ്, ലാർജ് സ്പേസ് കോമൺ ഇൻ അക്കാഡമിക് റൈറ്റിൽ കാണാൻ പറ്റും. ഹോമിൽ പോയിട്ട് പാരഗ്രാഫ് ഗ്രൂപ്പ്, അഡ്ജസ്റ്റ് ലൈൻ സ്പേസിംഗ്, ടെക്സ്റ്റ് അലൈൻമെൻറ്റ് ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ് അങ്ങനെ നമുക്ക് അലൈൻ ചെയ്യാം. ഓർ ജസ്റ്റിഫൈഡ് അലൈൻമെൻറ്റ് ഓപ്ഷൻ ആർ അവൈലബിൾ ഇൻ ദി പാരാഗ്രാഫ് ഗ്രൂപ്പിലുണ്ടാവും. പേജ് ലേഔട്ട് ഡിസൈന്, ബോർഡർ ആൻഡ് ഷെയ്ഡിങ് ആണ്. ഇതെങ്ങനെയാണ് വരെ ഹോമിൽ പോവുക, പാരാഗ്രാഫ് ഗ്രൂപ്പ്. പേജ് ബ്രേക്ക്, ഇൻസേർട്ട് പേജ് ബ്രേക്ക്, പ്രസ് കൺട്രോൾ+Enter. കോളംസിന് പേജ് ലേഔട്ട് കോളം കൊടുക്കുക. മാർജിന് പേജ് ലേഔട്ട് മാർജിൻസ് കൊടുക്കുക. ഹെഡ് ആൻഡ് ഫൂട്ടർ, ഇൻസേർട്ട് കോമൺ ഇൻഫർമേഷൻ ലൈക്ക് പേജ് നമ്പർ, ടൈറ്റിൽ, ഇതിനൊക്കെ വേണ്ടിയാണ് ഹെഡ് ആൻഡ് ഫൂട്ടർ യൂസ് ചെയ്യുന്നത്. ഇൻസേർട്ട് ഹെഡ് ഓർ ഫൂട്ടർ കൊടുക്കുക. ഇൻസേർട്ട് ഓബ്ജക്ട്സ്, ഇൻസേർട്ട് ടേബിൾ ഓപ്ഷൻ ആൻഡ് കസ്റ്റമൈസ് ദ റോ ആൻഡ് കോളം. ഷേപ്പിന് ഇൻസേർട്ട് ഷേപ്സ് പോവുക. വേർഡ് ആർട്ടിൽ ഇൻസേർട്ട് പോവുക, വേർഡ് ആർട്ട് ചെയ്യുക. പിക്ചർ ആൻഡ് ക്ലിപ്പിന് ഇൻസേർട്ട് പിക്ചർ, ഇൻസേർട്ട് ഓപ്ഷനിൽ പോയിട്ട് പിക്ചർ. സ്മാർട്ട് ആർട്ടിന് ഇൻസേർട്ട് ഇപ്പോൾ സ്മാർട്ട് ആർട്ട്. വർക്കിംഗ് വിത്ത് ഗൂഗിൾ ഡോക്സ് ആണെങ്കിൽ ഫ്രീ ഫീച്ചേഴ്സ് ഓഫ് ഗൂഗിൾ ഡോക്സ് ഫ്രീ ആൻഡ് വെബ് ബേസ്ഡ്. നോ ഇൻസ്റ്റാളേഷൻ റിക്വയർഡ്, വർക്ക് ഓൺ എനി ഡിവൈസ് വിത്ത് ബ്രൗസർ. നമുക്ക് ഈ ഗൂഗിൾ ഡോക്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ബ്രൗസറിൽ പോയിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. കൊളാബറേഷൻ, റിയൽ ടൈം എഡിറ്റിംഗ് ആൻഡ് കമൻറ്റിംഗ് പ്രിഫർ. ടീം പ്രൊജക്റ്റിന് നമ്മൾ ഓൺലൈൻ റിയൽ ടൈം എഡിറ്റിങ്ങും കമൻറ്റിങ്ങും സാധിക്കും. കൊളാബറേഷൻ സാധിക്കും. ക്ലൗഡ് ബേസ്ഡ് ആണ്. ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യുന്ന ഗൂഗിൾ ഡ്രൈവ്. MS വേർഡ് ആൻഡ് ഗൂഗിൾ ഡോക്സിൻ്റെ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് പെയ്ഡ്, ഓഫീസ് 360 പെയ്ഡ് ആണ്. ഗൂഗിൾ ഡോക്സ് നമുക്ക് ഫ്രീ ആണ്. ആക്സസ് ഡെസ്ക്ടോപ്പ് ഓൺലൈൻ വേർഷൻ, ഡെസ്ക്ടോപ്പിൽ മാത്രം നമ്മൾ കമ്പ്യൂട്ടേഴ്സിൽ മാത്രം അവൈലബിൾ ആണ്. എന്നാൽ ഗൂഗിൾ ഡോക്സ് ബ്രൗസർ ബേസ്ഡാണ്, നമുക്ക് ഫോണിൽ നിന്ന് ആക്സസ് ചെയ്യാം. ഓഫ്ലൈൻ ആക്സസ് ഡെസ്ക്ടോപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൺലൈനിലുണ്ട്. അവൈലബിൾ വിത്ത് ഗൂഗിൾ ഡോക്സ് ആപ്പ്. കൊളാബറേഷൻ ലിമിറ്റഡ് ആണ്. ഫ്രീ ആൻഡ് റിയൽ ടൈം കൊളാബറേഷൻ ആണ്. സ്റ്റോറേജ് ലോക്കൽ ഓർ വൺ ഡ്രൈവ്, ഗൂഗിൾ ഡ്രൈവ്. ക്ലൗഡ് സ്റ്റോറേജ് പറയുന്നത് അഡ്വാൻസ്ഡ് മോർ പവർഫുൾ ഫോമാറ്റിംഗ് ആണ്. സിമ്പിൾ ആൻഡ് ഇൻ്റർഫേസ് ഫ്യൂവർ ആണ്. ഫീച്ചേഴ്സ്, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലർ ഇൻ്റർഫേസ്, ഫ്യൂവർ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സാണ്. മൊത്തത്തിൽ ഗൂഗിൾ ഡോക്സ് ഇസ് ദ ബെസ്റ്റ് ഫോർ ഫ്രീ സിമ്പിൾ ക്ലൗഡ് ബേസ്ഡ് കൊളാബറേഷൻ ആൻഡ് റിയൽ ടൈം എഡിറ്റിംഗ് ആണ്. MS വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഫോമാറ്റിംഗ്, ഓഫ്ലൈൻ കേപ്പബിലിറ്റീസ് ആണ്, ആൻഡ് മോർ പ്രൊഫഷണൽ ടൂൾസ് ആണ്.